നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ദേവമേള പുരസ്കാര നിറവിൽ അഷ്ടവൈദ്യൻ ഇ.ടി. നീലകണ്ഠൻ മൂസ്. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയും ചേർപ്പ് ദേവസംഗമ സമിതിയും ചേർന്നാണ് പുരസ്കാരം ഒരുക്കിയത്. കേരള പുലയർ മഹാസഭ 3179 നമ്പർ ഊരകം ശാഖയുടെ 9ാം വാർഷിക സമ്മേളനം നടന്നു. തൃപ്രയാർ ശ്രീവിലാസ് UP സ്കൂളിന്റെ 124ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാ കർതൃദിനവും ആഘോഷിച്ചു. CC മുകുന്ദൻ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ദേവമേള പുരസ്കാര നിറവിൽ അഷ്ടവൈദ്യൻ ഇ.ടി. നീലകണ്ഠൻ മൂസ്. പെരുവണം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയും ചേർപ്പ് ദേവസംഗമ സമിതിയും ചേർന്നാണ് പുരസ്കാരം ഒരുക്കിയത്. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയും ചേർപ്പ് ദേവസംഗമ സമിതിയും സംയുക്തമായാണ് ആദരണ സദസ്സ് സംഘടിപ്പിച്ചത്. തിരുവുള്ളക്കാവ് ദേവസ്വം കല്യാണ മണ്ഡപത്തിലായിരുന്നു ചടങ്ങ്. മുൻ ജയിൽ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ആദര സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പുരാതനമായ കശ്യപമണിയിൽ നിന്നാണ്. കശ്യപമണി അവിടെയാണ് താമസിക്കുന്നത്. ഒരു കശ്യപ സാഗരം എന്ന് വിളിച്ചിരുന്നു. ആ കശ്യപ സാഗരമാണ് കാസ്പിയൻ കടൽ എന്ന് വിളിപ്പേരുണ്ടായത്. അദ്ദേഹത്തിൻ്റെ മക്കളായിരുന്നു ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും ഉൾപ്പെട്ട വലിയ ജനതി എന്ന് പറയുന്നത്. അതിലെ ദേവന്മാർ താമസ സ്ഥലമായിരുന്നു ഇറാൻ്റെ വടക്കുള്ള ഡാവോസ്. ഇപ്പോൾ എക്കണോമിക് കൊണ്ടു നടക്കുക ദേവന്മാർ താമസ സ്ഥലമാണ് ഡാവോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ കിഴക്ക് വശത്താണ് ഡാൻ പ്രോവിൻസ്. അവിടെയാണ് ദാനവന്മാർ താമസിക്കുന്നത്. ദാൻ പ്രോവിൻസ് പറയുന്നത്. അതിന് തെക്കോട്ട് അഫ്ഗാനിസ്ഥാൻ തൊട്ട് ഇറാൻ്റെ തെക്ക് ഭാഗങ്ങൾ രാക്ഷസാൻ പ്രോവിൻസാണ്. അവിടെ താമസിച്ച രാക്ഷസന്മാരായി. അതിൻ്റെ പടിഞ്ഞാറ് വശത്ത് അസൂർ ദേശമാണ്. അസുരന്മാർ താമസിച്ച സ്ഥലമായത് അസൂർ ദേശം എന്ന് വിളിച്ചത്. അവിടെ നിന്ന് കശ്യപമുനി യാത്ര പുറപ്പെട്ട് ഇന്ത്യയിലെ കാശ്മീരിൽ വന്ന് താമസിച്ചു. കാശ്മീർ എന്ന വാക്കിൻ്റെ അർത്ഥം കശ്യപമീർ, കശ്യപൻ വന്ന് താമസിക്കുന്ന മലയെന്നാണ് കാശ്മീർ എന്ന വാക്കിൻ്റെ അർത്ഥം. അതിന് ഇസ്ലാം മതവുമായിട്ട് യാതൊരു ബന്ധമില്ല. കശ്യപമുനിയുടെ ഒരു സന്തതി നാഗങ്ങളായിരുന്നു. ആ നാഗങ്ങൾ വലിയൊരു ജനതയായി. ആ നാഗന്മാരുടെ തലസ്ഥാനം തക്ഷനായിരുന്നു അവരുടെ മെയിൻ രാജാവ്. ആ തക്ഷശില എന്ന വലിയ പട്ടണം ഉണ്ടായി. അവിടെയായിരുന്നു പാണിനിയൊക്കെ പോയി പഠിച്ച വലിയ യൂണിവേഴ്സിറ്റി. ആ തക്ഷൻ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തൊട്ട് ഡൽഹി വരെ അദ്ദേഹത്തിൻ്റെ കയ്യിലായി. ആ തക്ഷനെ പരാജയപ്പെടുത്തിയ ശേഷം അർജുനനും ഭഗവാൻ കൃഷ്ണനും കൂടി ഡൽഹി പിടിച്ചെടുത്ത് അവിടെ ഇന്ദ്രപ്രസ്ഥം പണി. ദേവമേള പുരസ്കാരം അദ്ദേഹം വൈദ്യരത്നം MD അഷ്ടവൈദ്യൻ ഇ.ടി. നീലകണ്ഠൻ മൂസിന് സമർപ്പിച്ചു. പൂരത്തിലെ 24 ഘടക ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെ ചടങ്ങിൽ ആദരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ മേൽശാന്തിമാർക്കുള്ള ആദരം നിർവഹിച്ചു. ചേർപ്പ് ദേവസംഗമ സമിതിയുടെ പൂരം ധനസഹായം സമിതി പ്രസിഡന്റ് A. കുമാരൻ വിതരണം ചെയ്തു. 24 ക്ഷേത്രങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന അവിടുന്ന് എന്താ പറയുക ദേവീദേവന്മാർ വന്നിരിക്കുന്ന ഒരു പ്രതീതി പോലെ എല്ലാവരുടെയും വലിയൊരു പ്രത്യേക ഒരു സദസ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അഭിസംബോധന ചെയ്യാനായിട്ട് നമുക്കിവിടെ എത്തിയിട്ടുള്ള മാന്യദേഹം എല്ലാവർക്കും സുപരിചിതനായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന നമ്മുടെ അലക്സാണ്ടർ സാർ. അദ്ദേഹത്തെ പോലെ ഈ പുരാണങ്ങളെ പറ്റിയിട്ടും മറ്റു ചരിത്രം, ഈ ദേവീദേവന്മാരുടെ എല്ലാ ചരിത്രങ്ങളെ പറ്റിയും ഇത്ര ആധികാരികമായി സംസാരിക്കാൻ അറിവുള്ള ഒരു വ്യക്തി നമുക്കെല്ലാവർക്കും അറിയാം. അത്രയും പേര് കേട്ട അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്നാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അതറിയണം. എത്രയും പ്രായമില്ലാതെ എന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവേശം ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ തൃശ്ശൂരിലപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ട്.
അതുപോലെ അറിയാം. അത് വിളിച്ചപ്പോൾ ഒരു വിഷമമില്ലാതെ അദ്ദേഹത്തിൻ്റെ കൂടെ സുഭദ്ര വർക്ക് ചെയ്തിരുന്ന നമ്മുടെ ഗണേശൻ്റെ ബന്ധുവാണ്. ആ വഴിക്കാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. അത് ഞാൻ വിളിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ഒരു തടസ്സം പറഞ്ഞില്ല. കൃത്യസമയത്ത് 3 മണിക്ക് എത്തിക്കൂടാതെ. നമുക്ക് എന്താ പറയുക, ആരായാലും ഇത്രയും ദൂരം നിന്ന് ഓടി വരികയല്ലേ, എത്ര സമയം വേണം? 14 ക്ഷേത്രങ്ങൾക്കാണ് ധനസഹായം നൽകിയത്. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻ നമ്പൂതിരി, തിരുവുള്ളക്കാവ് ദേവസ്വം പ്രസിഡന്റ് ആരൂർ ദേവൻ സോമയാജിപ്പാട്, PK ദാമോദരൻ എന്നിവർ സംസാരിച്ചു. കേരള പുലയർ മഹാസഭ 3179 നമ്പർ ഊരകം ശാഖയുടെ 9ാം വാർഷിക സമ്മേളനം നടന്നു. കേരള പുലയർ മഹാസഭ ശാഖ തൃശൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് AT സന്തോഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ദീന ബാലൻ അധ്യക്ഷയായി. മല്ലിക ഷാജി അനുശോചന റിപ്പോർട്ടും സന്തോഷ് പാലക്കിഴി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ ചന്ദ്രൻ കണക്ക് അവതരിപ്പിച്ചു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഹരിദാസ്, സുരേഷ് ചക്കോടത്ത്, ജയൻ കണ്ണോളി എന്നിവർ സംസാരിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി വൈകിട്ട് 6 മണി മുതൽ വീരനാട്യം നടന്നു. തൃപ്രയാർ ശ്രീവിലാസ് UP സ്കൂളിന്റെ 124ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃദിനവും ആഘോഷിച്ചു. CC മുകുന്ദൻ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും MLA നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് സിജ ജയരാജൻ അധ്യക്ഷനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപകൻ KS അനീഷ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ KV പവിത്രൻ, MPTA പ്രസിഡന്റ് സജിത സജീവ്, തൃപ്രയാർ AUP സ്കൂൾ പ്രധാനാധ്യാപിക ഡോളി, K ദിനേശ് രാജ, സ്കൂൾ ലീഡർ കുമാരി കൃഷ്ണവേണി, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി VG ഷൈൻ എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ ചടങ്ങിൽ പാട്ടുപാടി വിശിഷ്ട വ്യക്തികളുടെ ചിത്രങ്ങൾ വരച്ചു. തൃശൂർ സകല കലാവേദി അവതരിപ്പിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു. LP വിഭാഗത്തിൽ ഐഡിയൽ സ്റ്റുഡന്റായി 4ാം ക്ലാസ്സിലെ PR വൈഗ, UP വിഭാഗത്തിൽ ഐഡിയൽ സ്റ്റുഡന്റായി 7ാം ക്ലാസ് വിദ്യാർത്ഥിനി R മീനാക്ഷി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. കർഷക സംഘം എടത്തിരുത്തി മേഖലാ കമ്മിറ്റി നടത്തിയ ശീതകാല പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവ്. ബ്രോക്കോളി, കോളിഫ്ലവർ എന്നിവയാണ് ശീതകാല പച്ചക്കറിയായി കൃഷിയിറക്കിയത്. എടത്തിരുത്തി കുമ്പളപ്പറമ്പിൽ ഡോക്ടർ സജീവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരേക്കർ സ്ഥലത്തായിരുന്നു പച്ചക്കറി കൃഷി ഇറക്കിയത്. കർഷക സംഘം മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് അറയ്ക്കപ്പറമ്പിലാണ് ശീതകാല പച്ചക്കറി കൃഷിക്ക് നേതൃത്വം നൽകിയത്. കർഷക സംഘം നാട്ടിക ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. KP പത്മജ അധ്യക്ഷയായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈന പ്രദീപ് ആദ്യ വിൽപ്പന നടത്തി. കർഷക സംഘം നാട്ടിക ഏരിയ വൈസ് പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, കർഷക സംഘം എടത്തിരുത്തി മേഖലാ പ്രസിഡന്റ് സുബി ശങ്കർ, രാജേഷ് അറക്കപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്ത ഗ്രന്ഥശാലകളിലേക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി അക്ഷര കൈരളിയുടെ ഉപവിഭാഗമായ കലാമുറ്റമാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്. E.T. ടൈസൺ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള 4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വായനശാലകളിലേക്ക് പുസ്തകങ്ങൾ നൽകുന്നത്. വായനശാലകളെ കൂടുതൽ സജീവമാക്കുക, പുത്തൻ അറിവുകൾ വായനക്കാരിൽ എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പ്രവർത്തനം. ചടങ്ങിന്റെ മണ്ഡലം തല വിതരണം കൂളിമുട്ടം നാണൻ മെമ്മോറിയൽ വായനശാലയ്ക്ക് സമീപം നടത്തി. E.T. ടൈസൺ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷയായി. സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ പുസ്തക വിതരണം നടത്തി. എഴുത്തുകാരി ദീപ നിശാന്ത മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. അക്ഷര കൈരളി കോർഡിനേറ്റർ TS സജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീനിവാസൻ അയിനിപ്പുള്ളി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ എന്നിവർ സംസാരിച്ചു. മതിലകം കൂളിമുട്ടം ജനശക്തി ഗ്രന്ഥശാലയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു.
സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി രൂപയാണ് ഗ്രന്ഥശാല കെട്ടിടത്തിനുള്ള നിർമ്മാണ ചിലവ്. E.T. ടൈസൺ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T.K. രമേശ് ബാബു മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA ബിനേഷ്, എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ്, സെക്രട്ടറി NS ജയൻ, സംഘാടക സമിതി കൺവീനർ ബേബി പ്രഭാകരൻ, ചെയർമാൻ KC ഉണ്ണികൃഷ്ണൻ, TK ചന്ദ്രശേഖരൻ, MA വിജയൻ, EG സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അരിമ്പൂർ അന്തിക്കാട് മേഖലയിൽ വെള്ളം ലഭിക്കാതെ നെൽകൃഷി കരിഞ്ഞുണങ്ങുന്നു. 2400 ഏക്കറിലധികം നെൽകൃഷിയാണ് നശിക്കുന്നത്. വെള്ളം നൽകാതെ കർഷകരെ ഇറിഗേഷൻ വകുപ്പ് അധികൃതർ ദുരിതത്തിലാക്കുന്നതിനെതിരെ പ്രതിഷേധമുയരുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി വെള്ളം ലഭിക്കാതെ പുളി കയറി കരിഞ്ഞുണങ്ങുകയാണ് നെൽകൃഷി. 2 ദിവസത്തിനകം വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് വരുത്തിവെക്കുക. അരിമ്പൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വിളക്കുമാടം പടവിൽ 300 ഏക്കർ, തോട്ടുപുരയിലെ 100 ഏക്കർ, കൊടയാട്ടിയിലെ 250 ഏക്കർ, അന്തിക്കാട് പഞ്ചായത്തിലെ പടവിൽ 1800 ഏക്കർ എന്നിവിടങ്ങളിലാണ് വെള്ളം ലഭിക്കാതെ കൃഷി നശിച്ചു വരുന്നത്. വിത കഴിഞ്ഞ 80 ദിവസം പിന്നിട്ട പാടശേഖരങ്ങളാണ് ഇവ. കൊയ്യാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ 2 ആഴ്ചയിലധികമായി കൃഷിയിടത്തിലേക്ക് വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ്. ചിമ്മിനി ഡാമിൽ നിന്നുള്ള വെള്ളം ഇതിനിടെ തടയണ നിർമ്മാണത്തിന്റെ പേരിൽ ലഭിക്കാത്ത സാഹചര്യമാണെന്ന് കർഷകർ പറഞ്ഞു. ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടികൾ മാത്രമാണെന്നാണ് പരാതി. വെള്ളം തുറന്നു വിടുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും പാടശേഖരത്തെ പുറംചാലിൽ വെള്ളം എത്തിയിട്ടില്ല. ചാലുകൾ ഇതിനകം വറ്റി വരണ്ടു തുടങ്ങി. വെള്ളമില്ലാതായതോടെ നെല്ലിൽ പുളി കയറി കരിഞ്ഞു തുടങ്ങിയതായി അന്തിക്കാട് പടവ് സെക്രട്ടറി V ശരത്ത് പറഞ്ഞു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരോ ഇറിഗേഷൻ അധികൃതരോ വിവരങ്ങൾ അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കർഷക സംഘം സെക്രട്ടറി K രാഗേഷ് പറയുന്നു. കർഷകർ വെള്ളം കിട്ടാതെ വലയുന്ന അവസ്ഥയിലും ചിലയിടത്ത് കൊയ്ത്ത് കഴിഞ്ഞു കിടക്കുന്ന പാടങ്ങളിൽ താറാവ് കൃഷിക്കായി ഇറിഗേഷൻ അധികൃതരുടെ ഒത്താശയിൽ പാടത്ത് വെള്ളം നിറച്ചു കൊടുക്കുന്നതായും കർഷകർ ആരോപിക്കുന്നു. ഇറിഗേഷൻ വകുപ്പിനെതിരെ പരസ്യമായ പ്രതിഷേധ പരിപാടികൾക്കൊരുങ്ങുകയാണ് മേഖലയിലെ കർഷകർ. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,475 രൂപ, പവന് 1,15,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ദേവമേള പുരസ്കാര നിറവിൽ അഷ്ടവൈദ്യൻ E.T. നീലകണ്ഠൻ മൂസ്. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയും ചേർപ്പ് ദേവസംഗമ സമിതിയും ചേർന്നാണ് പുരസ്കാരം ഒരുക്കിയത്. കേരള പുലയർ മഹാസഭ 3179 നമ്പർ ഊരകം ശാഖയുടെ 9ാം വാർഷിക സമ്മേളനം നടന്നു. തൃപ്രയാർ ശ്രീവിലാസ് UP സ്കൂളിന്റെ 124ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാ കർതൃദിനവും ആഘോഷിച്ചു. CC മുകുന്ദൻ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.